നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വർഷങ്ങളായി തങ്ങൾ താമസിച്ച വീടുകളടക്കം എല്ലാം ചാരക്കൂന. നടുങ്ങി നിൽക്കുന്നത് ലോസ് ആഞ്ചലസ് മാത്രമല്ല, അമേരിക്ക പോലും. സർവ്വതും തീവിഴുങ്ങി ഒരു നാട്. ലോസ് ആഞ്ചലസിൽ സംഹാര താണ്ഡവമാടിയ കാട്ടുതീ കഴിഞ്ഞ 3 ദിവസങ്ങളായി തുടരുകയാണ്. വരണ്ട കാറ്റിൻ്റെ സ്വാധീനമാണ് ഈ തീ ഇത്രയധികം പടർന്നു പിടിക്കാനുള്ള കാരണം. വെള്ളിയാഴ്ച രാത്രിയോടെ പലയിടങ്ങളിലും നിയന്ത്രണ വിധേയമായി എന്ന് അഗ്നിശമന സേന പറയുന്നു. എന്നാൽ വീണ്ടും പല സ്ഥലങ്ങളിലും കാട്ടുതീ പൊട്ടിപ്പുറപ്പെടുന്ന കാഴ്ച. ഒഴിഞ്ഞുപോയ നാട്ടുകാരിൽ പലരും തിരികെയെത്തി. എന്നാൽ കാട്ടുതീ മടങ്ങി വരുന്നത് കണ്ട് പരിഭ്രാന്തരാണ് നാട്ടുകാർ. വീട്ടുസാധനങ്ങളും സമ്പാദ്യങ്ങളും സർട്ടിഫിക്കറ്റുകളും സർവ്വതും അഗ്നിയെടുത്തു. പുകയേക്കാൾ കണ്ണീരിൻ്റെ നിസ്സഹായതയുടെ ഗന്ധമാണ് എവിടെയും. ഹോളിവുഡ് സിനിമാ വ്യവസായ തലസ്ഥാനമായ ലോസ് ആഞ്ചലസിൽ താമസിച്ചിരുന്ന താരങ്ങളിൽ ഭൂരിഭാഗത്തിന്റെയും വീടുകൾ കത്തി നശിച്ചു. വെള്ളിയാഴ്ച വൈകിട്ടോടെ കൂടുതൽ മേഖലകളിൽ തീയണയ്ക്കാൻ അഗ്നിരക്ഷാ സേനകൾക്ക് കഴിഞ്ഞു. എന്നാൽ സാന്റാന എന്ന വരണ്ട കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് ആശങ്കകൾ വളർത്തുന്നു. ലോസ് ആഞ്ചലസിലെ കാട്ടുതീ കാലിഫോർണിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ തീപിടുത്തമാണ്. സംസ്ഥാനത്തെ സഹായിക്കാൻ കൂടുതൽ ഫെഡറൽ ഫണ്ടുകളും വിഭവങ്ങളുമൊക്കെ പ്രസിഡന്റ് ജോ ബൈഡൻ വാഗ്ദാനം ചെയ്തു. വൈറ്റ് ഹൌസിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചുകൂട്ടി. കാലിഫോർണിയയിലെ കാട്ടുതീ മഹാദുരന്തമായി പ്രഖ്യാപിച്ചു. 36,000 ഏക്കറിലേക്കാണ് ഇപ്പോൾ കാട്ടുതീ പടർന്നു പിടിച്ചത്. ലോസ് ആഞ്ചലസിലെ ആളുകൾ ഒരു പേടി സ്വപ്നത്തിലൂടെ കടന്നുപോകുന്നു. കാലിഫോർണിയയിൽ 6 കാട്ടുതീ പടർന്നു പിടിച്ചത്. സാന്റാമോണിക്കയ്ക്കും മാലിബുവിനുമിടയിൽ പലിസാഡസിലുണ്ടായ തീപിടുത്തത്തിൽ 16,000 ഏക്കർ കത്തി നശിച്ചു. സാൻ ഗബ്രിയൽ മലനിരകൾക്ക് കീഴെ ഈറ്റൻ മേഖലയിലായിരുന്നു രണ്ടാമത്തെ തീപിടുത്തം. മേഖലയിൽ 10,600 ഏക്കറിലധികം തീ പടർന്നു പിടിച്ചു. 1000-ലധികം കെട്ടിടങ്ങൾ ആ മേഖലയിൽ നശിച്ചു. സാൻ ഫെർണാണ്ടോയുടെ വടക്ക് ഹർസ്റ്റ് മേഖലയിലും വലിയ തീപിടുത്തമാണുണ്ടായത്. അവിടെ 1000 ഏക്കർ കത്തി നശിച്ചു. വുഡ്ലി പാർക്കിനോട് ചേർന്നാണ് 4ാമത്തെ കാട്ടുതീപിടുത്തം. വെഞ്ചുറ കൗണ്ടിയിലാണ് 5ാമത് കാട്ടുതീ പടർന്നു കയറിയത്. ആക്ടൻ പ്രദേശത്തെ ലിഡിയ മേഖലയിലും വലിയ തീപിടുത്തമുണ്ടായി. ഹോളിവുഡ് ഹിൽസിലുണ്ടായ തീപിടുത്തമാണ് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കിക്കളഞ്ഞത്. സെലിബ്രിറ്റികളുടെ അടക്കം വാസസ്ഥലങ്ങൾ അവിടെ അപകട മേഖലയിൽ. ഹോളിവുഡിലെ മിക്ക താരങ്ങളുടെയും വീടുകൾ കത്തിയമർന്നു. ചെകുത്താൻ കാറ്റെന്ന് വിളിക്കുന്ന സാന്റാന കാറ്റാണ് കാട്ടുതീ ഇത്രയധികം പടർന്നു പിടിക്കാനുള്ള കാരണം. തീയണയ്ക്കാൻ കൂടുതൽ വെള്ളം ഉപയോഗിച്ചതോടെ ലോസ് ആഞ്ചലസിൽ കുടിവെള്ള വിതരണവും പ്രതിസന്ധിയിലായി. ശനിയാഴ്ച പാലിസേഡ്സിൽ നിന്നുള്ള കാട്ടുതീ ജ്വാലകൾ കിഴക്ക് മൻഡേവിൽ മലയിടുക്കിലേക്ക് വ്യാപിച്ചു. തീ അതിവേഗം പടർന്നു കയറുകയും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലേക്ക് തീ പടർന്നു പിടിക്കുകയും ചെയ്തു. ലോസ് ആഞ്ചലസ് തീപിടുത്തത്തിൽ ഇതുവരെ 16 പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്ക്. 38,000 ഏക്കർ സ്ഥലം കത്തി നശിച്ചു. 10,000-കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. 23,000-ലധികം ഏക്കർ വരുന്ന പാലിസേഡ്സ് തീയാണ് ഏറ്റവും വലുതായി ഇപ്പോൾ ലോകത്തിന് മുന്നിൽ. എന്നാൽ ഈറ്റൻ ഫയർ ഇതുവരെ 14,000-ലധികം ഏക്കറുകൾ കത്തി നശിക്കാൻ ഇടവരുത്തി. ഏറ്റവും ഒടുവിൽ പാലിസേഡ്സിലും പരിസര പ്രദേശങ്ങളിലുമുള്ള കാട്ടുതീ പടർന്നു പിടിച്ചതിന്റെ കണക്കുകൾ പരിശോധിച്ച ഭരണകൂടം പറയുന്നത് 23,000-ലധികം ഏക്കറുകളിലേക്ക് തീ പടർന്നുവെന്നാണ്. ആ മേഖലയിൽ 5 പേരെങ്കിലും കൊല്ലപ്പെട്ടു. ചൊവ്വാഴ്ച മുതൽ നടന്ന തീപിടുത്തത്തിൽ ഇതുവരെ 5,300-ലധികം കെട്ടിടങ്ങളാണ് ആ മേഖലയിൽ കത്തിയമർന്നത്. ഏറ്റവും ശക്തമായ തീപിടുത്തം പടർന്ന ഈറ്റൻ ഫയർ 14,117 ഏക്കറിലേക്ക് പടർന്നു കയറിയെന്നതാണ് ഔദ്യോഗിക കണക്ക്. 7,000-ലധികം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മിക്കവയും പൂർണ്ണമായി കത്തിയമർന്നു. 80% നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞ കെന്നത്ത് ഫയർ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരാതിരിക്കാൻ ഫയർഫോഴ്സിനെ കൊണ്ട് കഴിഞ്ഞു. 1,052 ഏക്കറിലേക്കാണ് അവിടെ കാട്ടുതീ പടർന്നു പിടിച്ചത്. വരുന്ന ബുധനാഴ്ച വരെ സാന്റാന കാറ്റ് വീശുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. അതുകൊണ്ട് തന്നെ കാലിഫോർണിയ സംസ്ഥാനത്ത് കൂടുതൽ ജാഗ്രതയോടെ ജനങ്ങളും ഭരണകൂടവും നിൽക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ലോസ് ആഞ്ചലസ് മേഖലകളിൽ ആഞ്ഞടിച്ച കാറ്റിനേക്കാൾ ശക്തി കുറവായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞു. തീജ്വാലകൾ ഉയർത്താനും അപകടകരമായ തീക്കനൽ വഹിക്കാനും കഴിയുന്ന സാന്റാന കാറ്റ് ബുധനാഴ്ച വരെ തുടരും എന്നതാണ് കൂടുതൽ ഭീതി പടരാൻ കാരണം. ശക്തമായ കാറ്റ്, വരണ്ട കാലാവസ്ഥ, വല്ലാത്ത അവസ്ഥയിലൂടെയാണ് ലോസ് ആഞ്ചലസ് ഇപ്പോൾ കടന്നുപോകുന്നത്. ദക്ഷിണ കാലിഫോർണിയയിൽ സാന്റാന കാറ്റുകൾ സാധാരണയാണ്. എന്നാൽ പതിവായി സംഭവിക്കാറുള്ള കാറ്റിനേക്കാൾ ശക്തമാണ് ഇക്കുറി വീശിയ കാറ്റ്.
ലോസ് ആഞ്ചലസിലെ എൽസിനോ മാൻഡെവിൽ കാന്യോൺ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് വലിയ തോതിൽ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു. കാലിഫോർണിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീപിടുത്തമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പാലിസേഡ്സ് തീപിടുത്തത്തിൽ 5 പേർ മരിച്ചത് അമേരിക്കയെ നടുക്കി. ലോസ് ആഞ്ചലസിൽ ഉടനീളമാണ് ഇപ്പോൾ കാട്ടുതീ പടർന്നു പിടിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കാട്ടുതീ ഉത്ഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. 2018 കാട്ടുതീയിൽ ബഡ് കൗണ്ടിയിൽ 85 പേർ കൊല്ലപ്പെടുകയും 18,000 കെട്ടിടങ്ങൾ നശിക്കുകയും ചെയ്തിരുന്നു. ചൊവ്വാഴ്ച തീപിടുത്തം ആരംഭിച്ചതു മുതൽ ലോസ് ആഞ്ചലസിലെ ഡസൻ കണക്കിന് പ്രദേശങ്ങളിൽ വൈദ്യുതിയില്ല. ഉപേക്ഷിക്കപ്പെട്ട വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമൊക്കെ കവർച്ചക്കാരെത്തി. അമേരിക്കയെ പോലെ വിപുലമായ ആകാശ അഗ്നിശമന സംവിധാനങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത്രയധികം കാട്ടുതീ പടർന്നു പിടിച്ചത്? സങ്കല്പിക്കാനാവാത്ത ഭീകര ദൃശ്യങ്ങളാണ് ലോസ് ആഞ്ചലസിലെങ്ങുമെന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. ഏറ്റവും വലിയ തീപിടുത്തത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. $135 ബില്യൺ സാമ്പത്തിക നഷ്ടമാണ് ഇതുവരെ അധികൃതർ കണക്കുകൂട്ടിയിരിക്കുന്നത്. 135 ബില്യനും 150 ബില്യനും ഇടയിൽ ഡോളർ നഷ്ടമാണ് അധികൃതർ ഈ തീപിടുത്തത്തെ തുടർന്ന് കണക്കുകൂട്ടിയിരിക്കുന്നത്. നായ്ക്കൾ, കുതിരകൾ, കന്നുകാലികൾ എന്നിവയുൾപ്പെടെ പലായനം ചെയ്ത മൃഗങ്ങളുടെ എണ്ണം വളരെയധികമാണ്. അവയുടെ ഉടമസ്ഥരെ ഇനി കണ്ടെത്തി തിരിച്ചേൽപ്പിക്കുക പോലും ശ്രമകരമാണ് എന്ന് അധികൃതർ പറയുന്നു. വോളണ്ടിയർമാർ ഇപ്പോൾ ഈ മൃഗങ്ങൾക്കൊക്കെ ഭക്ഷണം നൽകി പരിപാലിക്കുന്ന തിരക്കിലാണ്. വീടുകൾ നഷ്ടപ്പെട്ട് കുടിയൊഴിപ്പിക്കപ്പെട്ട താമസക്കാരെ എങ്ങനെ പുനരധിവസിപ്പിക്കും എന്നതും വലിയ തലവേദന ഉയർത്തുന്നു. വൻതോതിൽ കവർച്ചകൾ പല സ്ഥലങ്ങളിലും നടന്നുവെന്നതിന്റെ റിപ്പോർട്ടുകൾ മറുവശത്ത്. ആളുകൾ കൂട്ടപ്പലായനം നടത്തിയതിന് തൊട്ടുപിന്നാലെ വലിയ തോതിൽ കവർച്ചക്കാരെത്തി വീടാന്തരം അവർ കൊള്ള നടത്തി. കർഫ്യൂ നടപ്പാക്കാനും കൂടുതൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനും അധികൃതർ ശ്രമിച്ചു. എന്നാൽ ഇതിനിടയിൽ കാട്ടുതീ പടർന്നു പിടിച്ചപ്പോൾ എല്ലാം താറുമാറായി. ഈ ദുരന്തവും തീപിടുത്തവുമൊക്കെ എണ്ണമറ്റ താമസക്കാരെ ഭവനരഹിതരാക്കി. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പുനരധിവാസമാണ് ഇനി നടക്കേണ്ടത്. ഏതെങ്കിലും തലത്തിൽ അമേരിക്കയിൽ ഒരു തീപിടുത്തം പടരുമ്പോൾ അധികൃതർ എല്ലാം നോക്കിക്കോളുമെന്നാണ് പൊതുവെ ജനങ്ങളുടെ വിചാരം. എന്നാൽ ഇക്കുറി അധികൃതർ നിസ്സഹായതയോടെ നിൽക്കുന്നു. ദൈവത്തെ വിളിക്കുക മാത്രമാണ് തങ്ങളുടെ മുന്നിലുള്ള പോംവഴിയെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. ലോസ് ആഞ്ചലസിൽ നാശം വിതച്ച കാട്ടുതീ ബാധിച്ച ആളുകൾക്കായി സജ്ജീകരിച്ച ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ വെള്ളിയാഴ്ച അപ്രതീക്ഷിതമായി 2 അതിഥികളെത്തി. ഹാരി രാജകുമാരനും മേഘനും 2020 യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് താമസം മാറ്റിയിരുന്നു. അവിടെ നിന്ന് ലോസ് ആഞ്ചലസിൽ നിന്ന് ഏകദേശം 90 മൈൽ അകലെയുള്ള മോണ്ടസിറ്റിയിൽ അവരുടെ മക്കളായ ആർച്ചി രാജകുമാരനും ലിലിബറ്റ് രാജകുമാരിയും ഇപ്പോൾ താമസിക്കുന്നു. അപൂർവവും അഭൂതപൂർവവുമായ ഈ കാട്ടുതീയുടെ മുന്നിൽ തരിച്ചു നിൽക്കുകയാണ് അമേരിക്ക. ഒരു പ്രദേശമാകെ കാട്ടുതീ വിഴുങ്ങി നിൽക്കുന്ന കാഴ്ച. ജനങ്ങൾ കൂട്ടപ്പലായനം നടത്തി. അവരുടെ ഭവനങ്ങൾ പൂർണ്ണമായി കത്തി അമർന്നു നിൽക്കുന്നു. വെറും ചാരക്കൂനിയായി മാറിയ ലോസ് ആഞ്ചലസിന്റെ മുഖ്യ ഭാഗങ്ങളും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.